നമ്മൾ വീട് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫ്ലോറിംഗ് സ്റ്റേജിൽ എത്തുമ്പോൾ പലർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് വരിക എന്നുള്ളത്. ഈ ഫിനാൻഷ്യലി ടൈറ്റ് വരുമ്പോൾ അധിക പേരും ഇതിൽ കോംപ്രമൈസ് ചെയ്യുന്ന ടൈലിംഗ് ഏരിയയിലാവും അല്ലെങ്കിൽ ഫ്ലോറിംഗ് ഏരിയയിലാവും. ഇമ്പോർട്ടഡ് മാർബിൾ വാങ്ങുന്നതിന് എത്രയും ചീപ്പസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വാങ്ങുക. ചീപ്പസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വാങ്ങുമ്പോൾ അതിൻ്റെ ഫില്ലിങ്ങിൻ്റെ റേഷ്യോ കൂടുതലായിരിക്കും. പിന്നെ ടൈലാണെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ടൈൽ ഉപയോഗിക്കുക. അത്രയും ചീപ്പറായിട്ടുള്ള മെറ്റീരിയൽ, എന്ത് മെറ്റീരിയൽ ആണെങ്കിലും ചീപ്പറായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ഇതിലൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫ്യൂച്ചറിൽ ഇതൊക്കെ ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് നമ്മൾ വീട് വെക്കുമ്പോൾ തന്നെ ഫ്ലോറിംഗ് മെറ്റീരിയലിലേക്കുള്ള എമൗണ്ട് എത്രയാണോ അതൊന്ന് ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് തടയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ മിക്സ് സ്ലാബ് ആണെങ്കിലും ചെറിയ ടൈലാണെങ്കിലും ബാത്റൂം ടൈലാണെങ്കിലും ഒരു ആവറേജ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇതിന്. നമ്മൾ വീട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഇമ്പോർട്ടഡ് മാർബിൾ ആണോ ടൈലാണോ ഇന്ത്യൻ മാർബിൾ ആണോ എന്നുള്ളത് കൺഫേം ചെയ്യുക. അതിലേക്കുള്ള പേയ്മെൻറ്റ് മാറ്റി വെച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും. നമുക്ക് ആ ഒരു പ്ലാനിങ്ങിനോട് കൂടി പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മെറ്റീരിയൽ വിരിക്കാനും പറ്റും, ആ ഒരു ക്വാളിറ്റിയും നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും.